എറണാകുളം ജില്ലയിലെ 13 മുനിസിപ്പാലിറ്റികളിൽ ഒന്നിലും എൽ.ഡി.എഫ് കച്ചിതൊട്ടില്ല. 12 മുനിസിപ്പാലിറ്റികൾ യു.ഡി.എഫ് നേടിയപ്പോൾ തൃപ്പൂണിത്തുറ എൻ.ഡി.എ പിടിച്ചു. തൃപ്പൂണിത്തുറയിൽ 21 സീറ്റുമായി എൻ.ഡി.എ മുന്നിലെത്തി. തൊട്ടടുത്ത് 20 സീറ്റ് എൽ.ഡി.എഫ് നേടി. മൂന്നാമത് 12 സീറ്റുമായി യു.ഡി.എഫ് ആണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് 16 സീറ്റുമായി ഭരണം പിടിച്ചു. എൻ.ഡി.എ 4 സീറ്റുമായി രണ്ടാമതെത്തി. എൽ.ഡി.എഫിന് വെറും 2 സീറ്റാണ്. മറ്റുള്ളവർ 4 സീറ്റ് നേടി. അങ്കമാലി നഗരസഭയിൽ 12 സീറ്റ് യു.ഡി.എഫിനാണ്. 9 സീറ്റാണ് എൽ.ഡി.എഫിന്. മറ്റുള്ളവർ 8 സീറ്റ് നേടിയപ്പോൾ എൻ.ഡി.എ 2 നേടി. എലൂർ നഗരസഭയിൽ 11 സീറ്റുമായി യു.ഡി.എഫ് മുന്നിലാണ്. എൽ.ഡി.എഫ് 7, എൻ.ഡി.എ 5, മറ്റുള്ളവർ 9 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇവിടെ മറ്റുള്ളവരുടെ പിന്തുണയോടെ മാത്രമേ യു.ഡി.എഫിന് ഭരിക്കാനാവൂ. കളമശ്ശേരിയിൽ 28 സീറ്റുമായി യു.ഡി.എഫ് ഭരണം നിലനിർത്തി. എൽ.ഡി.എഫിന് 11 സീറ്റും എൻ.ഡി.എക്ക് 1 സീറ്റും മറ്റുള്ളവർക്ക് 6 സീറ്റും കിട്ടി. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് 16 സീറ്റുമായി അധികാരത്തിലെത്തി. എൽ.ഡി.എഫിന് 8 സീറ്റും മറ്റുള്ളവർ 2 സീറ്റും നേടി. കോതമംഗലത്ത് 20 സീറ്റ് നേടി യു.ഡി.എഫ് ഭരണത്തിലെത്തി. എൽ.ഡി.എഫ് 4 സീറ്റും എൻ.ഡി.എ 1 സീറ്റും നേടിയപ്പോൾ മറ്റുള്ളവർക്ക് 8 സീറ്റുണ്ട്. മരട് മുനിസിപ്പാലിറ്റിയിൽ 19 സീറ്റുമായി യു.ഡി.എഫ് ഭരണത്തിലെത്തി. എൽ.ഡി.എഫിന് 7 സീറ്റ് മാത്രം. മറ്റുള്ളവർ 9 സീറ്റ് നേടി. മൂവാറ്റുപുഴയിൽ 17 സീറ്റാണ് യു.ഡി.എഫിന്. എൽ.ഡി.എഫിന് 7 സീറ്റ്, 1 എൻ.ഡി.എക്ക്, മറ്റുള്ളവർ 5 സീറ്റ് നേടി. വടക്കൻ പറവൂരിൽ 30 സീറ്റിൽ 15 സീറ്റ് നേടി യു.ഡി.എഫ് വലിയ കക്ഷിയായി. എൽ.ഡി.എഫിന് 9 സീറ്റാണ്. എൻ.ഡി.എ 3 സീറ്റും മറ്റുള്ളവർ 3 സീറ്റും നേടി. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് 14 സീറ്റുമായി വലിയ കക്ഷിയായി. എൽ.ഡി.എഫിന് 8 സീറ്റാണ്. എൻ.ഡി.എ 2 സീറ്റും മറ്റുള്ളവർ 5 സീറ്റും നേടി. ഇവിടെയും സ്വതന്ത്രരുടെ പിന്തുണയോടെ മാത്രമേ ഭരിക്കാൻ കഴിയൂ. പിറവം മുനിസിപ്പാലിറ്റിയിൽ 21 സീറ്റുമായി യു.ഡി.എഫ് വ്യക്തമായ മേൽക്കൈ നേടി. എൽ.ഡി.എഫ് 1 സീറ്റിലൊതുങ്ങി. എൻ.ഡി.എക്കും 1, 5 സീറ്റ് മറ്റുള്ളവർക്ക്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ 26 സീറ്റുമായി യു.ഡി.എഫ് ഭരണത്തിലെത്തി. എൽ.ഡി.എഫിന് 15 സീറ്റാണ്. മറ്റുള്ളവർ 7 സീറ്റ് നേടിയപ്പോൾ എൻ.ഡി.എ 0. തൃശൂർ ജില്ലയിലെ 7 മുനിസിപ്പാലിറ്റികളിൽ 5ഇടത്ത് എൽ.ഡി.എഫും 2ഇടത്ത് യു.ഡി.എഫും ഭരണം പിടിച്ചു. ചാലക്കുടി നഗരസഭയിൽ 21 സീറ്റുമായി യു.ഡി.എഫ് ഭരണത്തിലേറി. എൽ.ഡി.എഫിന് 5 സീറ്റ് മാത്രം. മറ്റുള്ളവർ 10 സീറ്റ് നേടിയപ്പോൾ എൻ.ഡി.എക്ക് 1 മാത്രം. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൽ.ഡി.എഫ് 20 സീറ്റ് നേടി ഭരണം പിടിച്ചു. 11 സീറ്റാണ് യു.ഡി.എഫിന്. മറ്റുള്ളവർ 2 സീറ്റ് നേടി. ബി.ജെ.പിക്ക് ഒന്നുമില്ല. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ 23 സീറ്റാണ് എൽ.ഡി.എഫ് നേടിയത്. യു.ഡി.എഫിന് 16 സീറ്റാണ്. എൻ.ഡി.എ 2 സീറ്റും മറ്റുള്ളവർ 5 സീറ്റും നേടി. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് 22 സീറ്റുമായി ഭരണം പിടിച്ചു. എൽ.ഡി.എഫിന് 12 സീറ്റും എൻ.ഡി.എക്ക് 6 സീറ്റും മറ്റുള്ളവർക്ക് 3 സീറ്റും ലഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എൽ.ഡി.എഫിനാണ് ഭരണം. ആകെയുള്ള 46 സീറ്റിൽ 25 സീറ്റും എൽ.ഡി.എഫിനാണ്. 18 സീറ്റുമായി എൻ.ഡി.എ മുഖ്യപ്രതിപക്ഷമായി. യു.ഡി.എഫിന് വെറും 3 സീറ്റ് മാത്രം. കുന്നംകുളം നഗരസഭയിൽ 18 സീറ്റുമായി എൽ.ഡി.എഫ് മുന്നിലെത്തിയെങ്കിലും 49 അംഗ കൗൺസിലിൽ കേവല ഭൂരിപക്ഷമില്ല. യു.ഡി.എഫിന് 9 സീറ്റും എൻ.ഡി.എക്ക് 7 സീറ്റും ലഭിച്ചപ്പോൾ മറ്റുള്ളവർ 5 സീറ്റ് നേടി. വടക്കാഞ്ചേരിയിൽ 22 സീറ്റുമായി എൽ.ഡി.എഫ് ഭരണത്തിലേറി. 17 സീറ്റാണ് യു.ഡി.എഫിന്. എൻ.ഡി.എക്ക് 2ഉം സ്വതന്ത്രന് 1ഉം കിട്ടി. പാലക്കാട് ജില്ലയിലെ 7 മുനിസിപ്പാലിറ്റികളിൽ 4ഇടത്ത് യു.ഡി.എഫും 2ഇടത്ത് എൽ.ഡി.എഫും 1ഇടത്ത് എൻ.ഡി.എയും ഭരണത്തിലെത്തി. പാലക്കാട് നഗരസഭ ബി.ജെ.പി നിലനിർത്തുകയായിരുന്നു. 25 സീറ്റാണ് അവർ നേടിയത്. മുഖ്യപ്രതിപക്ഷമായ യു.ഡി.എഫിന് 17 സീറ്റാണ്. എൽ.ഡി.എഫിന് 8 സീറ്റ് ലഭിച്ചപ്പോൾ മറ്റുള്ളവർ 3 നേടി. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ആർക്കും വ്യക്തമായ മേൽക്കൈയില്ല. യു.ഡി.എഫ് 12, എൽ.ഡി.എഫ് 11, ബി.ജെ.പി 1, മറ്റുള്ളവർ 9 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇവിടെ മറ്റുള്ളവരുടെ പിന്തുണയോടെ മാത്രമേ യു.ഡി.എഫിനെ ഭരിക്കാനാവൂ. ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിൽ 19 സീറ്റുമായി യു.ഡി.എഫ് ഭരണത്തിലെത്തി. എൽ.ഡി.എഫിന് 6 സീറ്റും മറ്റുള്ളവർക്ക് 5 സീറ്റും ലഭിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് ഭരണം നേടി. 17 സീറ്റുമായി അവരാണ് മുന്നിൽ. എൽ.ഡി.എഫിന് കേവലം 4 സീറ്റ് മാത്രം. എൻ.ഡി.എ 1ഉം മറ്റുള്ളവർ 8 സീറ്റ് നേടി. ഒറ്റപ്പാലം നഗരസഭയിൽ 19 സീറ്റുമായി എൽ.ഡി.എഫ് മുന്നിൽ. മുഖ്യപ്രതിപക്ഷമായി എൻ.ഡി.എ വന്നു. അവർക്ക് 12 സീറ്റുണ്ട്. യു.ഡി.എഫിന് 7 സീറ്റ് മാത്രം. മറ്റുള്ളവർ 1. പട്ടാമ്പി നഗരസഭയിൽ യു.ഡി.എഫിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. 15 സീറ്റ് എൽ.ഡി.എഫിന്, 7 ബി.ജെ.പി 1, മറ്റുള്ളവർ 6 എന്നിങ്ങനെയാണ് കക്ഷിനില.
ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒരു സ്വതന്ത്രനെ പിടിച്ചാൽ ഭരിക്കാനാവും. 17 സീറ്റാണ് അവർക്കുള്ളത്. 12 സീറ്റുമായി NDA മുഖ്യപ്രതിപക്ഷമായി, UDFന് 5 സീറ്റ് മാത്രം. പൊന്നാനിയിൽ LDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 31 സീറ്റാണ് അവർ നേടിയത്. UDFന് 16 സീറ്റ് മാത്രം. NDAയ്ക്ക് 2 ഉണ്ട്. മറ്റുള്ളവർ 4 സീറ്റ് നേടി. കൊണ്ടോട്ടി നഗരസഭയിൽ 31 സീറ്റ് നേടി UDF ഭരിക്കും. വെറും 2 സീറ്റാണ് LDFന്. മറ്റുള്ളവർ 8 സീറ്റ് നേടി. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ 25 സീറ്റുമായി UDF ഭരിക്കും. LDF 5, NDA 2, മറ്റുള്ളവർ 3 എന്നിങ്ങനെയാണ് കക്ഷിനില. മലപ്പുറം നഗരസഭയിൽ 35 സീറ്റാണ് UDFന്. LDF 6ഉം മറ്റുള്ളവർ 4ഉം നേടി. മഞ്ചേരി നഗരസഭയിൽ UDF 34 സീറ്റും LDF 11 സീറ്റും NDA 1ഉം മറ്റുള്ളവർ 7 സീറ്റും നേടി. നിലമ്പൂർ നഗരസഭയിൽ UDF 26ഉം LDF 6ഉം മറ്റുള്ളവർ 4ഉം എന്നിങ്ങനെയാണ് കക്ഷിനില. പരപ്പനങ്ങാടിയിൽ UDF 33 സീറ്റ് നേടി. LDFും NDAയും 3 വീതം സീറ്റിൽ ജയിച്ചു. മറ്റുള്ളവർ 7. പെരിന്തൽമണ്ണയിൽ ആരു ഭരിക്കണമെന്ന സ്വതന്ത്ര തീരുമാനിക്കും. UDFന് 15 സീറ്റും LDFന് 14 സീറ്റുമാണ്. BJPക്ക് സീറ്റൊന്നുമില്ല. മറ്റുള്ളവർ 8 സീറ്റ് നേടി. താന്നൂർ നഗരസഭയിൽ LDF വട്ടപൂജ്യമായി. അവിടെ 31 സീറ്റ് UDF നേടിയപ്പോൾ NDAയ്ക്ക് 8 സീറ്റും മറ്റുള്ളവർക്ക് 6 സീറ്റും ലഭിച്ചു. തിരൂരിൽ UDF 28 സീറ്റ് നേടി ഭരണം നിലനിർത്തി. LDFന് 7 സീറ്റാണ്. BJPക്ക് 1ഉം മറ്റുള്ളവർക്ക് 4ഉം ലഭിച്ചു. തിരൂരങ്ങാടിയിൽ 34 സീറ്റുമായി UDF വൻ ഭൂരിപക്ഷം നേടി. LDF 1 സീറ്റിലൊതുങ്ങി. മറ്റുള്ളവർ 5 സീറ്റ് നേടി. വളാഞ്ചേരിയിലും സ്ഥിതി അതുതന്നെ. UDF 25 സീറ്റ് നേടിയപ്പോൾ LDFന് വെറും 2 സീറ്റ്. മറ്റുള്ളവർ 7 സീറ്റ് നേടി.